ഹായ് ഗെയ്സ്, വെൽക്കം ടു റാഷിദ് വ്ളോഗ്സ്. നമ്മളിന്ന് വില്ലാജ് മലയിലേക്ക് പോകുന്നത്. നമ്മൾ കാണുന്ന നിങ്ങളൊരു സ്റ്റേഡിയമാണ്, അതാണ് ഖലീഫ സ്റ്റേഡിയം. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫിഫ വേൾഡ് കപ്പിൽ 2022 വേൾഡ് കപ്പിൽ ജർമ്മനിനെ ജപ്പാൻ തോൽപ്പിച്ച് ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അതിന് തൊട്ടപ്പുറത്താണ് ആസ്ബർ ടവർ, അതായത് ടോർ ടവർ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. നമ്മൾ വില്ലാജ് മാളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ വില്ലാജ് മാളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആൾക്കാർ ക്യൂ ആണ്. ഫ്രണ്ടിൽ തന്നെ ക്യൂ നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിനുള്ളിൽ വഞ്ചികളുണ്ട്. ഒരു ചെറിയൊരു കനാൽ അതിനുള്ളിൽ അവർ പണിത് വെച്ചിട്ടുണ്ട്. ആ കനാലിൽ കയറി ട്രിപ്പ് അടിക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നത്. 3-4 വഞ്ചികളുണ്ടാവും. എന്തായാലും അത് കയറാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതിൻ്റെയാണ് ആ തിരക്ക് കയറി വരുമ്പോൾ തന്നെ ഉള്ളത്. ഈ മാളിൻ്റെ പ്രത്യേകത വെച്ചാൽ മുകളിൽ നിന്ന് നോക്കിയാൽ ആകാശം, അടിയിൽ ഭൂമി, ചെറിയ തടാകം, ഇതൊക്കെയാണ് അതിനുള്ളിൽ വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്നും അതേപോലെ ജർമ്മൻ, യൂറോപ്പ് മൊത്തത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ 200-ലധികം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഷോപ്പുകളുണ്ട്. നല്ല വ്യത്യസ്തമായൊരു ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് 3 സെക്ഷനായിട്ടാണ്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കാണാം. അതിന് ഒരു സെക്ഷനിൽ തന്നെ സെൻട്രലിൽ പെർഫ്യൂം ഷോപ്പുകൾ, ഒരു സൈഡിൽ ഹോട്ടലുകൾ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ കാണാം. അത്ര ഭംഗിയായിട്ടാണ് ഇവർ മേക്ക് ചെയ്തേക്കണത്. കൂടുതൽ ഖത്തറികൾ ഇവിടെ വരാറുണ്ട്. ഖത്തറികൾ കൂടുതൽ സന്ദർശിക്കുന്ന ഖത്തറിലെ ഒരു മാളുകളിലൊന്നാണ് ഇത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് H&M എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇത് സ്വീഡനിലുള്ളൊരു ഫാഷൻ ബ്രാൻഡാണ് H&M. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. അവിടെയൊക്കെ അത്യാവശ്യം ഓഫറിൻ്റെ സമയത്ത് നമ്മൾ വാങ്ങിക്കാറ്. പിന്നെ ജസ്റ്റ് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സാറ എന്ന് പറഞ്ഞ ബ്രാൻഡും കൂടി കാണാൻ പറ്റും. അത് സ്പാനിഷ് ക്ലോത്തിൻ്റെ ബ്രാൻഡാണ്. അവിടെ മേക്കപ്പ് സാധനങ്ങളുണ്ടാവും, ഡ്രസ്സുകളുണ്ടാവും, പെർഫ്യൂംസുകളുണ്ടാവും, ഫുട്വെയറൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് കാണാം വഞ്ചികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സന്ദർശകർ ഫാമിലീസായിട്ട് ഇതിനുള്ളിൽ കയറാൻ അവരിങ്ങനെ അറ്റത്ത് പോയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് വരണേ ഈ വഞ്ചികളൊക്കെ. പിന്നെന്ന് വെച്ചാൽ 2012 മെയ് 28 ഈ മാളിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരുന്നു. അന്ന് 19 ആൾക്കാർ ഈ മാളിൽ മരിച്ചിരുന്നു. പിന്നീട് പൂട്ടിയിട്ടിരുന്നു കുറച്ചാൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2012 സെപ്റ്റംബർ 20 കുറേ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത ശേഷം വീണ്ടും തുറന്നു. പിന്നെ മൊത്തത്തിൽ പിന്നീട് തുറന്നു കൊടുത്തു. ഈ വില്ലാജ് മാൾ സ്ഥിതി ചെയ്യുന്നതേ നമ്മൾ ഖത്തറിൽ നിന്ന് ദോഹയിൽ നിന്ന് സൽവാർ റോഡ്, അത് സൽവാർ റോഡ് എന്ന് പറയുമ്പോൾ സൗദി ബോർഡറിലുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോണ വഴിയിൽ അസീസിയ എന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് തന്നെ അൽവാബിലാണ് ഈ വില്ലാജ് മാൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആസ്ബെറിൻ്റെ പാർക്ക് ഉണ്ട്, ഖലീഫ സ്റ്റേഡിയം, ടോർ ടവർ ഉണ്ട്. ആ ടോർ ടവറാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ആ ടോർ ടവറിലേക്ക് ഈ മാളിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് ഉണ്ട്. ടോർ ടവറിൽ എന്ന് വെച്ചാൽ കുറേ ഫേമസ് ഹോട്ടലുകളൊക്കെ ഉണ്ട് അതിനുള്ളിൽ. പിന്നെ ഓഫീസുകളുണ്ടാവും. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഈ വില്ലാജ് മാളിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇറ്റാലിയൻ ഹിൽ ടൗൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രമേയം വെച്ചിട്ടാണ് ചെയ്തേക്കണേ. നല്ല രസമൊക്കെ കാണാൻ. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഈ മാളിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ആദ്യം തന്നെ കണ്ടില്ലേ ടോർ ടവർ കണ്ടല്ലോ. ഇത് 2006 ഏഷ്യൻ ഗെയിംസിനോടനുബന്ധിച്ചിട്ട് ആണ് ആ ടോർ ടവറൊക്കെ ഉണ്ടാക്കിയത്. ഖത്തറിൽ ഏത് ഭാഗത്തു നിന്നാലും കാണാൻ പറ്റുന്ന ഒരു ടവറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. അത് ഖത്തറിൽ തന്നെ ഏറ്റവും വലിപ്പമുണ്ട്, ഏറ്റവും നീട്ടം കൂടിയ 2ാമത്തെ ഒരു ടവറാണ് ഈ ടോർ ടവർ. ഏകദേശം 300 മീറ്റർ, അതായത് 980 അടി ഉയരം ഉണ്ടാവും. അതിനുള്ളിൽ അർച്ചും സ്റ്റാൻഡേർഡ് ഭയങ്കര വിലപിടിപ്പുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഇപ്പം ഞാൻ ഇതിൻ്റെ മോളിൽ കയറി നിന്നപ്പോഴാണ് 2 വഞ്ചി ഒരുമിച്ച് പറഞ്ഞ വീഡിയോസ് എനിക്ക് കിട്ടിയത്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് അവർ. നമുക്ക് ടോർ ടവറിനെ കുറിച്ചുള്ള വീഡിയോസ് പിന്നീട് നമുക്ക് ചാനൽ അപ്ലോഡ് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ലാക്കോസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ കണ്ടത് ഷോപ്പാണ്, അതിൻ്റെ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഉപ്പുമാരൊക്കെ അതിന് ടീഷർട്ടൊക്കെ നമുക്ക് നാട്ടിൽ കൊണ്ടു തരുന്നു. അപ്പോൾ ഒരു മുതലാളി ചിന്തയാണ്. നമുക്കൊന്നും അന്നത് അത്ര അധികം വാല്യൂ ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിൻ്റെ ഇവിടെ വന്ന് അതിൻ്റെ വാല്യൂ, അതിൻ്റെ ബ്രാൻഡിൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ഭയങ്കര വിലയുണ്ട ടീഷർട്ടുകളാണ്. അന്നും നമുക്കതിന് അത്ര വില കൽപ്പിച്ചിരുന്നില്ല. ഈ തടാകം നമ്മളിങ്ങനെ അറ്റത്ത് പോയിട്ട് അവിടെ തീരും. പിന്നെ അവിടെ നിന്ന് യൂട്ടേൺ അടിച്ചിട്ടാണ് അവിടുത്തെ വഞ്ചികളൊക്കെ തിരിച്ചിങ്ങോട്ട് വരാറ്. അതിനിടയിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ആപ്പിൾ ബീസ് കാണാം. ആപ്പിൾ ബീസ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻ്റാണ്. ബർഗർ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വഞ്ചി ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നത് കാണാം. ചെറുതായിട്ട് റൗണ്ട് അടിച്ചിട്ട്
തിരിച്ച് ആ അറ്റം വരെ പോയി കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ആ ഒരു ട്രിപ്പിനാണ് പെർ ഹെഡിന് ഓരോരുത്തർക്ക് ക്യാഷ് വാങ്ങി 15 റിയാലോ 20 റിയാലോ എന്തോ ആണ് അതിൻ്റെ പെർ ഹെഡ് ക്യാഷ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഈ തടാകത്തിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ വില്ലാജിയുടെ വേറൊരു ഭാഗത്തേക്ക് പോവാണ്. അതിൻ്റെ പ്രത്യേകത നമുക്ക് കണ്ടറിയാം. അതെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടാരങ്ങൾ ഉള്ളിലെ വശങ്ങൾ പോലെയാണ് അത് നിർമ്മിച്ചത്. പല കൊട്ടാരങ്ങളും ഉൾഭാഗം കാണാം, അതേപോലെയാണ് കണ്ടോളൂ. പല കൊട്ടാരങ്ങളും ഉൾഭാഗം എങ്ങനെയാണ് ആ രൂപത്തിലാണ് രൂപകൽപ്പന നൽകിയത്. ഇതൊക്കെ ഇറ്റാലിയൻ സ്റ്റൈൽ തന്നെയാണ്. ഹിൽട്ടൻ്റെ ആ ഒരു ഇറ്റാലിയൻ ഒരു ലെവലിൽ തന്നെയാണ് അവർ ഒരുക്കിയത്. മൊത്തത്തിൽ ഒരു കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം എങ്ങനെയാണോ അതേ ലെവൽ തന്നെയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ 2 സൈഡിലും ഒരുപാട് ഷോപ്പുകളുണ്ട്, ഇൻ്റർനാഷണൽ ഷോപ്പുകൾ കാണാം നിങ്ങൾക്ക്. അത് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം എന്തായാലും. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന ഇടയിൽ സെൻറ്ററിൽ തന്നെ ചെറിയ ചെറിയ സെൻറ്റർ, നമ്മൾ നടക്കണ വരാന്തയുടെ സെൻറ്ററിൽ തന്നെ പല പല ഷോപ്പുകളും കാണാം. അതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടേക്കണേ. ഇവിടെ നിൽക്കണ ഓരോ ഷോപ്പിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ കടയുടെ ഓണർമാരെ തോൽപ്പിക്കുന്ന രൂപത്തിലാണ് അവർ ഡ്രസ്സ് ചെയ്തേക്കണേ. ആ രൂപത്തിൽ അവർക്ക് ഡ്രസ്സ് ചെയ്യണം നിർബന്ധമായിട്ടും. കാരണം ഇൻ്റർനാഷണൽ ലെവലിൻ്റെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാനും അവരുടെ അടുത്ത് കച്ചവടം പിടിക്കാനൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഇടയിൽ കാണാം വിശ്രമിക്കേണ്ട സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഈ ഭാഗത്തേക്ക് ശരിക്കും ഇപ്പോൾ ഫാമിലിക്ക് അലൗഡ് ഉള്ളൂ. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട് ടൈം, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അലൗഡ് ഉണ്ട്. അല്ലെങ്കിൽ ഫാമിലീസിനെ കയറ്റി വിടുള്ളൂ ഈ ഭാഗത്തേക്ക് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ. ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കേണ്ട സെറ്റപ്പൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവർ സോഫ സെറ്റൊക്കെ ഉണ്ട്. ചെറിയൊരു മരത്തിൻ്റെ ഫ്ലവറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് അവിടെ, അത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ നമ്മളങ്ങനെ നടന്ന് കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുളം പോലെ, കുളമല്ല, അതിൽ നിന്ന് മുകളിലോട്ട് പോയിട്ട് വെള്ളം ഇങ്ങനെ വീണ സെറ്റപ്പിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് കാണാൻ കണ്ട വെള്ളം മുകളിൽ ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്. പിന്നെ അതിനടുത്ത് ഇൻ്റർനാഷണൽ ഷോപ്പുകൾ ഒരുപാടുണ്ട്. ഇതൊരു വാച്ചാണ്. വാച്ചിൻ്റെ ബ്രാൻഡ് ഏതെന്നറിയില്ല. ഇത് 97,900 റിയാലാണ് ഞാൻ സൂം ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റ്. അതായത് ഏകദേശം 22,32,120 രൂപ വില വരുന്നുണ്ട് ഇന്ത്യൻ മണി. അത് അത്രയധികം വില കൂടിയ വാച്ചുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഏതെന്ന് മനസ്സിലായില്ല. അതിൻ്റെ പുറത്ത് ഷൂകളും അതേപോലെ തന്നെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഗുച്ചി കാണാം. ഗുച്ചി എന്ന് വെച്ചാൽ ഇറ്റാലിയൻ ലക്ഷറി ഫാഷൻ ബ്രാൻഡാണ്. അത് ഭയങ്കര സ്റ്റാൻഡേർഡിൽ ഒതുക്കിയിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൂയി വ്യൂട്ടൺ ഉണ്ട്, അത് ഫ്രഞ്ച് ലക്ഷറി ബ്രാൻഡാണ്. അവിടെ അതേപോലെ തന്നെ നമ്മുടെ ക്ലോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഡിയോർ കാണാം. ഫ്രഞ്ച് മൾട്ടിനാഷണൽ ലക്ഷറി ഫാഷൻ ഹൗസാണ് ഡിയോർ. അത് കൂടുതൽ ബ്യൂട്ടി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്, പെർഫ്യൂമൊക്കെയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണാം അറബികൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. പിന്നെ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. അത് അമേരിക്കൻ ക്ലോത്താണ്. അമേരിക്കൻ ക്ലോത്തിൻ്റെ ഒരു ബ്രാൻഡാണ്. അതിന് പുറത്ത് 1 മജ്ജാനാന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ പറഞ്ഞാൽ ഫ്രീ എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണാം അവിടെ ടോയ്സ് ഷോപ്പാണ്. ടോയ്സ് ഫോർ മീ കുട്ടികൾക്കുള്ള ടോയ്സ് വിൽക്കുന്ന സ്ഥലമാണ്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ബാസ്കിൻ റോബിൻസ് എന്ന ഒരു ഐസ്ക്രീം ഷോപ്പ് കാണാം. അത് അമേരിക്കൻ ബേസ് ആയിട്ടൊരു മൾട്ടിനാഷണൽ ചെയിൻ കമ്പനിയാണ്. ചെയിൻ എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും ഉണ്ടത്. ഐസ്ക്രീമും കേക്കാണ് അവർ മെയിൻ പ്രോഡക്റ്റുകൾ. അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടി വരുമ്പോൾ നാട്ടിലെ ഒരു വാട്ടർ തീം പാർക്ക് പോലെ ഒരു മാളിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ നാട്ടിലെ ലുലുവിലൊക്കെ ഉണ്ട്, ലുലു മാളിലൊക്കെ ഉണ്ട്. ഇവിടെയും അതേപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ പല പല ഗെയിംസുകളുണ്ട്, പല പല റൈഡുകൾ ചെയ്യാനുള്ള സാധനങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ തീം പാർക്ക് പോലെ തന്നെ വെള്ളത്തിലുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫാമിലിയും ഫ്രൈഡേയും സാറ്റർഡേയൊക്കെ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയതാണ്. പിന്നെ അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മെക്ഡൊണാൾഡ് കാണാം, നമുക്ക് KFC കാണാം, ഹർദീസ് കാണാം, പിസ്സ ഹട്ട് കാണാം. അതൊക്കെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് ഫുഡിൻ്റെ. അവിടെ നിന്ന് കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാൽ ഹോളിവുഡ് സ്റ്റാർ കാണാം. അതൊരു തട്ടുകട ഷേപ്പിൽ അവർ ഒരുക്കിയേക്കുന്നതാണ്. അവിടെ ഇൻ്റർനാഷണൽ ഷോപ്പുകൾ തന്നെയാണ് അതെല്ലാവരും. അവിടെ നിന്ന് കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ടീ ടൈം കാണാം. അതായത് നമ്മൾ മലയാളികളുടെ ചായക്കടയാണ്. ഇതിൻ്റെ ഓണേഴ്സ് മലയാളീസാണ്.
ഈ ഖത്തറിൽ 54 ബ്രാഞ്ചുകൾ അവർ ഇപ്പോൾ നിലവിലുണ്ട് അവർക്ക്. ഇത് ടീ ടൈമിൻ്റെ പ്രീമിയം ഷോപ്പാണ്. പുറത്തുള്ള ഷോപ്പ് ടീ ടൈമിനേക്കാൾ കുറച്ചും കൂടി ക്യാഷ് കൂടെ കൂടുതലാണ്. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആഡിഡാസിൻ്റെ ഷോപ്പുകളാണ്. ആഡിഡാസിൻ്റെ എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് ജെൻസിനും മെൻസിനും, പിന്നെ കിഡ്സിനും ഉണ്ട്. അത് സെപ്പറേറ്റ് കാണാം. ജർമ്മനിലുള്ള കമ്പനിയാണ് ആഡിഡാസ്. അത് അവർ കൂടുതലും ഫുട്വെയർ ആണ് നിർമ്മിക്കുക, അതേപോലെ തന്നെ ഡ്രസ്സുകൾ നിർമ്മിക്കും. സ്പോർട്സിൻ്റെ ഐറ്റംസാണ് അവിടെ കൂടുതൽ. സ്പോർട്സ് വെയർ ആണ് കൂടുതൽ അവർ ഉണ്ടാക്കുന്നത്. അവിടുന്ന് കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാരീസ് PSG എന്ന് പറഞ്ഞ ഷോപ്പ് കാണാം. പാരീസ് സെയിൻറ്റ് ജർമ്മൻ, അത് PSG ഫ്രഞ്ചിലൊരു ലീഗാണ്, ഫുട്ബോൾ ലീഗാണ്. അവരെ ഒഫീഷ്യൽ ഷോറൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. എംബാപ്പെ, നെയ്മർ, മെസ്സി അവരൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ക്ലബ്ബാണത്. അപ്പോൾ അവരെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മെസ്സിയും നെയ്മറൊക്കെ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ എംബാപ്പെ നിലവിൽ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ അവിടെ നിന്ന് അമേരിക്കൻ ഈഗിൾസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അതായത് അമേരിക്ക ഒരു ക്ലോത്ത് കമ്പനിയാണത്. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂമയുടെ ഷോറൂം ഉണ്ടോ. പ്യൂമ ഇതേപോലെ തന്നെ ഒരു അത്ലറ്റിക് സ്പോർട്സിൻ്റെയും ഫുട്വെയറും ക്ലോത്തൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് പ്യൂമ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതും ജർമ്മൻ കമ്പനി തന്നെയാണ്. അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വരാന്തിൽ തന്നെ ഗോൾഡിൻ്റെ ഷോപ്പുകൾ കാണാം. അതാണ് ഹൈലൈറ്റ്സ് ഉള്ളത്. കാരണം ജ്വല്ലേഴ്സൊക്കെ സാധാരണ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുക, ഷോപ്പായിട്ട് ഉണ്ടാവുക. അത് വരാതെ തന്നെ അവരിങ്ങനെ വെച്ചിട്ട് പോവുകയാണ്. അത് ഇവർ ഷോപ്പ് ക്ലോസ് ചെയ്ത് പോകുമ്പോൾ ലോക്കർ ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് അത് മൂടിയിടുള്ളൂ. തുണി കൊണ്ട് മൂടിയിടുക മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കിടക്കുന്നത്. പിന്നെ അവിടുന്ന് അപ്പുറത്തെ സെക്ഷനായിട്ട് പോകണം. അവിടെയാണ് ക്യാരി ഫോറൊക്കെ ഉള്ളത്. നമ്മൾ ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരു ചെറിയൊരു ഡബിൾ ഡെക്കർ വന്ന്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. പക്ഷെ അവിടെ ഫാമിലീസൊക്കെ അതിന് മുകളിൽ കയറുന്ന യാത്രയാണ്, ബാച്ചിലേഴ്സ് പിള്ളേരൊക്കെ ഒരുമിച്ചിരുന്നിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്റ്റാർബക്സ് ആണ്. വാഷിങ്ടണിലുള്ള ഒരു കോഫി ഹൗസിൻ്റെ ഒരു ഷോപ്പാണത്. അത് ഇൻ്റർനാഷണൽ ലെവലിലുണ്ട്. ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അവർക്ക്. അതിലൊരു ബ്രാഞ്ചാണ് ഖത്തറിലുള്ളത്. അതിൻ്റെ ഉൾഭാഗം നോക്കി. അതേപോലെ തന്നെ അർമാനി എക്സ്ചേഞ്ച് ആണ്. ഇതും അമേരിക്കൻ ലക്ഷറി ഫാഷൻ ബ്രാൻഡാണ്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐമാക്സ് ആണ്. ഇൻ്റർനാഷണൽ ലെവലുണ്ട് തിയേറ്ററാണ്. നല്ല സൗണ്ടും ക്വാളിറ്റിയിലുണ്ട് പിക്ചേഴ്സ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ കുറവാണ്. ഇപ്പോൾ ഖത്തറിലുണ്ട്. ഇതുപോലെ ചീസ് കേക്ക് ഫാക്ടറിയാണിത്. ഇതോടുകൂടി നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, അപ്പോൾ ബൈ.